ജീവിതം മുഴുവൻ പ്രശ്നങ്ങളാണ്. എന്താണെന്നറിയില്ല, മടുത്തോടോ ഈ ജീവിതം. വെളിച്ചം ദുഃഖമാണുണ്ണി, ഉഷസ്സോ ശാന്തിയാണെന്നും കരയുന്നോരിരുട്ടല്ലോ നമ്മൾക്കു നല്ലതെങ്കിലും. നമ്മുടെ വീട്ടിൽ നിന്നും പ്രവാസ ലോകത്തേക്ക് പലായനം ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവരെ ഓർത്ത് നാം എത്ര നോവിക്കാറുണ്ട്. അതാ പറഞ്ഞ്, വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്നാലോ നമുക്ക് മുമ്പിൽ എവിടേക്കെന്നില്ലാതെ ശുഭപ്രതീക്ഷകളുമായി സ്വന്തം ജന്മനാട്ടിൽ നിന്നും യുദ്ധങ്ങളും അക്രമങ്ങളും സഹിക്കവയ്യാതെ മറുനാടുകളിലേക്ക് ചേക്കേറുന്ന ഒട്ടനവധി ജീവിതങ്ങളുണ്ട്. ആ നൊമ്പരങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. അത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ നിന്ന് മ്യാൻമർ, സിറിയ, ഗാസ എന്നിവിടങ്ങളിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്നവരെയാണ് ഈ ഒരു വേളയിൽ ഫോക്കസ് ചെയ്യുന്നത്. 2017 നൂറ്റാണ്ടുകളായി റോഹിംഗ്യർ ജീവിച്ചു പോന്നിരുന്ന സ്വന്തം ജന്മനാട്ടിൽ നിന്നും പുറന്തള്ളപ്പെടുന്നു. ഈ ഒരു സങ്കീർണ ഘട്ടത്തിലാണ് ഏകദേശം ദശലക്ഷം ആളുകൾ നിരവധി പ്രതിസന്ധികൾ താണ്ടി ബംഗ്ലാദേശിലെ അഭയാർത്ഥി ക്യാമ്പുകളിലെത്തുന്നത്. അവിടെ എത്തിച്ചേർന്നിട്ടും അവരുടെ ഭാവി ഇന്നും അനിശ്ചിതത്വത്തിലാണ്. ആരാണ് റോഹിംഗ്യർ? മ്യാൻമറിലെ രാഖിൻ സംസ്ഥാനത്ത് കാലങ്ങളായി ജീവിച്ചിരുന്ന മുസ്ലിം ന്യൂനവിഭാഗക്കാരാണ് റോഹിംഗ്യർ. പിന്നീട് 1982 പുറത്തിറങ്ങിയ മ്യാൻമർ പൗരത്വ നിയമമനുസരിച്ച് റോഹിംഗ്യർ ജനങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുകയാണ്. തുടർന്ന് സ്വതന്ത്രമായി പഠിക്കാനോ യാത്ര ചെയ്യാനോ സാധിക്കാതെ ഇരിക്കാൻ സ്വന്തമായ ഒരു ഭൂമി പോലുമില്ലാതെ അവർ അലയുകയാണ്. തീർത്തും പീഡനങ്ങളും അക്രമങ്ങളും അതിക്രൂരമായി അവർക്കെതിരെ അഴിച്ചുവിടുകയായിരുന്നു. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യുന്നത്. എന്നാൽ ഇക്കാലം വരെ അവരെ സഹായിച്ചിരുന്ന ബംഗ്ലാദേശ് സർക്കാരിന് ബാധ്യതകളേറിയിരിക്കുകയാണ്. അവരുടെ സാമ്പത്തിക വ്യവസ്ഥിതി പോലും വലിയ തോതിൽ മാറ്റം സൃഷ്ടിച്ചതിനാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും സാധ്യമാവാതെ അവർ ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 2011 അറബ് സ്പ്രിംഗ് എന്ന പേരിൽ ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ ജനങ്ങൾ തങ്ങളുടെ ഭരണകൂടത്തിനെതിരെ ജനാധിപത്യാവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുകയാണ്. അക്കൂട്ടത്തിൽ സിറിയയിലെ ജനങ്ങൾ അവിടുത്തെ ബഷർ അൽ അസദ് സർക്കാരിനെതിരെ അഴിമതിക്കെതിരെയും അനീതിക്കെതിരെയും ശക്തമായ സമരങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ സർക്കാർ അതിനെ ശക്തമായി അടിച്ചമർത്തി ആളുകളെ അറസ്റ്റ് ചെയ്യുകയും നിഷ്പക്ഷം വെടിവെക്കുകയും ചെയ്യുകയാണ്. ഇതോടെ പ്രതിഷേധം ഒരു യുദ്ധമായി മാറി. ISIS പോലുള്ള തീവ്രവാദ സംഘടനകളും മറ്റു പല വിദേശ ശക്തികളും ഇതിൽ പങ്കുചേർന്നതോടെ യുദ്ധമേറെ കലുഷിതമായി. വീടുകൾ, ആശുപത്രികൾ തുടങ്ങി പലതും തകർന്നു തരിപ്പണമായി. നിരവധി പേര് മരിച്ചു വീഴുകയും ലക്ഷക്കണക്കിന് ആളുകൾ ടർക്കി, ലെബനൻ, ജോർദാൻ, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോവുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ന് അതെല്ലാം തരണം ചെയ്ത് പല അഭയാർത്ഥികളും തിരികെ സ്വന്തം ഭൂമിയിലേക്ക് മടങ്ങിയെങ്കിലും വീടില്ലാതെ, ഭക്ഷണമില്ലാതെ, സഹായങ്ങളൊന്നുമില്ലാതെ ഇന്നും കണ്ണീര് പൊഴിച്ചുകൊണ്ട് ലക്ഷങ്ങൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ പുതുജീവിതമെന്ന പ്രതീക്ഷയിലാണ്. മനോഹരമായ ഭൂപ്രദേശം, വിനോദസഞ്ചാരികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാട്, എല്ലാം കൊണ്ടും സമ്പന്നമായ നാടിനെ ഭാവി സിംഗപ്പൂർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. പക്ഷേ പിന്നെ സംഭവിച്ചത് 1948 ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായ അവസരത്തിൽ 7 ലക്ഷത്തിലധികം ഫലസ്തീനികളാണ് മറുനാടുകളിലേക്ക് കുടിയേറുന്നത്. അത്തരത്തിൽ 10,000 സമ്പത്തും വീടുമെല്ലാം നഷ്ടപ്പെട്ട് ഗാസ മുനമ്പിലും ഒഴുകിയെത്തി. അതോടെ ഒറ്റയടിക്ക് അഭയാർത്ഥികളുടെ നാടായി ഗാസ മാറി. തുടർന്ന് 2 പതിറ്റാണ്ടുകാലം ഈജിപ്ഷ്യൻ നിയന്ത്രണമായിരുന്നു. ഗാസയിലെ ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ഇക്കാലത്ത് ഈജിപ്ത് പൗരത്വം നൽകിയിരുന്നില്ല. തുടർന്ന് ഇസ്രായേൽ 1967 6 ദിവസ യുദ്ധത്തിൽ ഗാസയെ കീഴടക്കി. അവിടെ സൈനിക നിയന്ത്രണം ആരംഭിച്ചു. 1987 കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഹമാസ് 2005 ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറിയതിന് 2 വർഷങ്ങൾക്ക് ശേഷം അവിടെ അധികാരം പിടിച്ചെടുക്കുകയാണ്. പിന്നാലെ ഇസ്രായേൽ ഈജിപ്ത് ഉപരോധം ആരംഭിച്ചു. പിന്നീടുള്ള ഗാസ ജീവിതം കണ്ണ് നിറക്കുന്നതായിരുന്നു. 2023 ഹമാസ് ഇസ്രായേൽ പേരിൽ തുടങ്ങിയ യുദ്ധം നിരവധി ജീവനുകളെ തകർത്തു. ഇസ്രായേൽ അധിനിവേശം ശക്തി കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഭൂമി ലോകം കണ്ണു തുറന്ന് ഒന്ന് കാണുന്നതിന് മുമ്പ് തന്നെ നിരവധി പിഞ്ചോമന ബാല്യങ്ങളെ ചോരക്കുഞ്ഞുകളാക്കി. കിലോമീറ്ററുകൾ അന്നം കാത്ത് നീണ്ടു നിൽക്കുന്ന നിരകൾക്ക് മുന്നിൽ
കാലിപ്പാത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ഭക്ഷണം ഇന്നും വിശപ്പ് തന്നെയാണെന്ന നിരാശയിൽ മടങ്ങുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധിക്കാത്ത ഒരു പറ്റം കൂട്ടർ. ഓരോ ദിവസവും ബോംബേറുകൾ കാരണം മൈലുകൾ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ടവർ. ഒരുപക്ഷെ ഇന്ന് യുദ്ധം അവസാനിച്ചു എന്ന് പറയുന്നെങ്കിലും തിരികെ നൽകാൻ പറ്റുന്നതാണോ ഓമനിച്ചു പോറ്റു വളർത്തിയ പൊന്നുമ്മയും ധീരനായ ഉപ്പയും? കൊതി തീരും മുമ്പേ ശത്രുക്കൾ പിഴുതെടുത്ത തൻ്റെ പിഞ്ചോമനയെ ആ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല, പറ്റില്ല അല്ലേ? യുദ്ധം അവസാനിപ്പിച്ചു, സമാധാനമെന്ന് പ്രഖ്യാപിച്ചു. സത്യം പറഞ്ഞാൽ അധികാരങ്ങൾക്ക് വേണ്ടി ചിലർ നടത്തിയ സമാധാനത്തിനായുള്ള ഒരു മത്സരം എന്നല്ലേ ഇതിനെ പറയേണ്ടത്. പടച്ചോന് 2 കണ്ണുകളും അതിന് കാഴ്ചയും ഒക്കെ തന്നിട്ടും ഒന്നും കാണുന്നില്ലെന്ന് നടിക്കുന്ന ചിലരെ മനുഷ്യനെന്ന് വിളിക്കുന്നത് തന്നെ നമുക്ക് നാണക്കേടല്ലേ?